നിങ്ങളീ കാണുന്നത് ഇത് കഴുത എന്ന് പറയുന്ന അനിമലാണ്, അല്ലെങ്കിൽ ഡോങ്കി. അപ്പൊ ഇത് കുതിരയുടെ ഫാമിലിപ്പെട്ട തന്നെ ഒരു മൃഗമാണ്. അപ്പൊ ഇത് അതിബുദ്ധി ഉള്ള ഒരു മൃഗമാണ്. സ്പേഷ്യൽ ഇന്റലിജൻസ് ഒക്കെ കൂടിയതാണ്. അപ്പോൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ 10 കൊല്ലം കഴിഞ്ഞാലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സ്ഥലങ്ങളാണെങ്കിലും അങ്ങനെ തന്നെ. ഒരു സ്ഥലം കണ്ടു കഴിഞ്ഞാൽ പിന്നെ 10 കൊല്ലം കഴിഞ്ഞാലും ആ സ്ഥലം പിന്നെ കണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനെ വളർത്തണമെന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ കൊടുക്കാനാണ്, ഈ ആട്ടിൻകൂട്ടത്തിനൊക്കെ. പിന്നെ ബ്രീഡിംഗ് സ്റ്റോക്ക് ഫോർ മ്യൂൾസ്. അപ്പം മ്യൂൾ എന്ന് പറയുന്നത് ഓഫ് സ്പ്രിങ് ഓഫ് എ മെയിൽ ഡോങ്കി ആൻഡ് എ ഫീമെയിൽ ഹോഴ്സ്, അതാണ് മ്യൂള്. പിന്നെ ഒരു ഡേഞ്ചർ വന്നു കഴിഞ്ഞാൽ കുതിരയുടെ ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞാൽ റൺ അവേ ഫ്രം ദ സിറ്റുവേഷൻ ആണ്. പക്ഷെ ഡോങ്കി സ്റ്റാൻഡ് ഇറ്റ്സ് ഗ്രൗണ്ട് ടു അസസ് ദ ഓപ്ഷൻസ് എന്നാണ് പറയുന്നത്. അവിടെ നിന്നുകൊണ്ട് അതിൻ്റെ ഡേഞ്ചർ ഇവാലുവേറ്റ് ചെയ്യുന്ന പറയുന്നത്. ഇപ്പം മ്യൂൾസിനൊക്കെ ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷനൊക്കെ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. അത് കുതിരയുടെ സ്ട്രെങ്തും ഡോങ്കിയുടെ മറ്റേ റെസിലൻസ് ഉള്ളതുകൊണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ പറ്റിയുള്ള വിശേഷങ്ങൾ.